സാർ നമസ്കാരം. നമസ്കാരം. CPM-ൽ ഏകഛത്രാധിപതിയായി കഴിഞ്ഞിരുന്ന, തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ അടക്കി ഭരിച്ചിരുന്ന പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞു പോകുമ്പോൾ ഒരു പറ്റം അശനിവാദം അദ്ദേഹത്തെ പിടികൂടുന്നതായാണ് കണ്ടത്. കഴിഞ്ഞ കാലത്ത് അത്രയും അദ്ദേഹം അടക്കി വച്ചിരുന്ന പല ശക്തികളും ചരട് പൊട്ടിച്ച് പുറത്തെത്തിയിരിക്കുന്നു. പിണറായി വിജയൻ്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കില്ല, ഈ പാർട്ടി ഇനിയും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏകാധിപത്യം ഞങ്ങൾ അനുസരിക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് പല തലമുതിർന്ന നേതാക്കളുടെയും അഭിപ്രായ പ്രകടനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പുമായി മുഖ്യമന്ത്രി വി ഡി സതീശന് അവിശുദ്ധമായ ചില കൂട്ടുകെട്ടുകളുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ പൊതുജനത്തിൽ നിന്നും മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് തുറമുഖം ട്രസ്റ്റിൻ്റെ MD ആയ ദിവ്യ എസ് അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നൊക്കെയുള്ള വിവാദം വരുന്നു. ഇതിനെതിരെ പരസ്യമായി തന്നെ EP ജയരാജൻ രംഗത്ത് വരുന്നു. അത്തരത്തിലൊരു അഴിമതി ആരോപണത്തിന് ഞാൻ തയ്യാറല്ല, കാരണം അത്തരത്തിലുള്ള തെളിവുകളൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് EP ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ അതിനെ പിന്താങ്ങിക്കൊണ്ട് ഇതൊന്നും അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല, അതായത് ദിവ്യ എസ് അയ്യരുടെ സ്ഥലമാറ്റത്തെക്കുറിച്ചാണ് KK ശൈലജയും അഭിപ്രായപ്പെട്ടത്. ഓരോരോ സർക്കാരുകൾ മാറി വരുമ്പോൾ പല സ്ഥലത്തും ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ മാറ്റുകയും അഴിച്ചുപണി നടത്തുകയും എല്ലാം പതിവാണ്. അതിൽ വലിയ അസ്വസ്ഥതയോ അല്ലെങ്കിൽ അസ്വാഭാവികതയോ കാണേണ്ടതില്ല എന്ന് KK ശൈലജയും തുറന്നടിക്കുന്നു. എന്നാൽ VN വാസവനെ പോലുള്ള ആളുകൾ പറയുന്നു, കേന്ദ്ര കമ്മിറ്റിയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് വി ഡി സതീശനും അദാനിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള കരാറുകളെക്കുറിച്ചെല്ലാം. അതിന് ആ സമയത്തൊന്നും EP ജയരാജൻ മറുത്തൊരു അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം മറിച്ചു പറഞ്ഞത് എന്താണെന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, പിണറായി വിജയനെതിരെ വ്യക്തമായ രീതിയിൽ കൃത്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട്, താക്കീത് കൊടുത്തുകൊണ്ട് EP ജയരാജൻ, MV ജയരാജൻ, P ജയരാജൻ, KK ശൈലജ തുടങ്ങിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ദേശീയ സെക്രട്ടറിയായ MA ബേബിയുടെ ആശീർവാദത്തോടു കൂടി ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അതിന് കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായ CPM അനുഭാവികളുടെയും ഒരു പിന്തുണയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് CPM രാഷ്ട്രീയത്തെ വളരെ അടുത്ത് നിന്ന് നോക്കിക്കാണുകയും വിദ്യാഭ്യാസ കാലഘട്ടത്തുൾപ്പെടെ ഇടതുപക്ഷ മനസ്സ് പേറിയിരുന്ന നന്ദകുമാർ സാർ ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരിക്കൽ പിണറായി വിജയനെ ആരാധ്യ പുരുഷനായി കണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രസംഗങ്ങളിലെല്ലാം തന്നെ, കോളേജിലെ SFIയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്ലാസ്സുകളിൽ നടക്കുന്ന പ്രസംഗങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാനൊക്കെ മുമ്പ് പ്രസംഗിക്കാറുള്ളത്. ആ കോളേജ് ജീവിതത്തിൽ എന്നും ഹീറോ ആയിട്ടാണ് നമ്മൾ പിണറായി വിജയനെ കണ്ടിരുന്നത്. കാരണം അദ്ദേഹം പോലീസ് സ്റ്റേഷനിലും അതേപോലെ ജയിലറകളിലും കടന്ന് അദ്ദേഹത്തിന് കിട്ടിയ ക്രൂര പീഡനങ്ങളുടെ കഥ നമ്മളന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തോടുള്ള ആരാധന വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീടാണ് നേരിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചത് മുതൽ, ആവലിംഗ് കേസ് മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള അഴിമതികളുടെ രാജാവാണ്, കൊള്ളത്തലവനാണ്, മാഫിയ തലവനാണ് പിണറായി വിജയൻ എന്ന് കൃത്യമായി രേഖകൾ വഴി ഞാൻ വിളിച്ചു പറഞ്ഞത്. നമ്മൾ സത്യമായി വിളിച്ചു പറയണമെന്നാണ് CPM-ൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. കോടിയേരി ബാലകൃഷ്ണനും AK ബാലനൊക്കെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവരുടെ പ്രസംഗങ്ങൾ കേട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്, മുണ്ട് മടക്കി കുത്തി ഏത് കൊമ്പനാണ് ശരി, നിങ്ങൾ സത്യം വിളിച്ചു പറയണം, തെരുവിലേക്ക് ഇറങ്ങണം, കൈ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കണം എന്നാണ് AK ബാലനും അതേപോലെ കോടിയേരി ബാലകൃഷ്ണനൊക്കെ നമ്മളെ പഠിപ്പിച്ച് അത് നമ്മുടെ മനസ്സിനുള്ളിൽ കുത്തി വെച്ചിട്ടുള്ളത്. അത് അതേപടി മനസ്സിനുള്ളിൽ വെച്ച് പ്രവർത്തിച്ചുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ പ്രവർത്തിച്ചപ്പോൾ മനസ്സിലായത് CPM-ലാണ് ഏറ്റവും വലിയ കള്ളന്മാരുള്ളത്. നമുക്കറിയാം, ഐസ്ക്രീം പാർലർ പെൺവാണിയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ കച്ചവടം ചെയ്ത് അതില്ലാതെ പൊളിച്ചത് CPM-ൻ്റെ നേതാവായ P ശശിയും പിണറായി വിജയനും ചേർന്നാണ്. EK നായരെ മകനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തത്. അന്ന് മുതൽ ഈ പിണറായി വിജയനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, P ശശിയെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലടച്ച് കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നടന്ന കഥകൾ. നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങോട്ടാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഗൗരി അമ്മേനെ പാർട്ടി പുറത്താക്കിയത് എന്തായിരുന്നു സ്ഥിതി പിന്നീട്. അതേപോലെ നമുക്കറിയാം MV രാഘവനെ പാർട്ടി പുറത്താക്കിയിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടി അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെ നടത്തി. ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെയല്ലേ അദ്ദേഹത്തെ തെരുവിൽ അദ്ദേഹത്തെ നേരിട്ടത്. ഇതേപോലെ ഒരു അവസ്ഥയാണ് പിണറായി വിജയൻ നേരിടാൻ പോകുന്നത്. അതിലെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ഒറ്റക്കെട്ടായി മാറിയിരിക്കുന്നു. MA ബേബി തന്നെ അതിന് മുൻകൈ എടുക്കുന്നു.
ഇനിയും പിണറായി വിജയനെ വെച്ചിരുന്നാൽ ഈ പാർട്ടി പൂർണ്ണമായി നശിക്കും. അങ്ങനെ നശിച്ചാൽ ഇന്ത്യയിൽ CPM എന്നുള്ള പ്രസ്ഥാനം തീരെ ഉണ്ടാവില്ല. പിണറായി വിജയനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. മകൾക്കും മകനും വേണ്ടിയുള്ള എല്ലാം ഉണ്ടാക്കി വിദേശത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. എത്ര പിടിച്ചാലും ബാക്കി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും പിണറായി വിജയന്. അപ്പോൾ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത്. എന്നാൽ പാർട്ടിക്കോ എത്രയോ കാലം മുമ്പ്, അതായത് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഇവിടെ പാർട്ടി കെട്ടിപ്പടുത്ത കൃഷ്ണപിള്ളയും EMSഉം AKGയും എല്ലാം അവർ കെട്ടിപ്പടുത്തത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും പട്ടിണി പാവങ്ങൾക്കുമാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ കുത്തക മുതലാളിമാർക്കാണ് കൂടെ നിന്നിട്ട് കച്ചവടം ചെയ്ത് കമ്മീഷൻ അടിച്ചു മാറ്റി എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പാർട്ടിയെ പൂർണ്ണമായും തൻ്റെ കൈപ്പിടിയിലൊതുക്കി 1998 മുതൽ തൻ്റെ കൈപ്പിടിയിലൊതുക്കി. അതോടൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി 10 വർഷം ഭരിച്ച് സർക്കാരിനെയും കൈപ്പിടിയിലൊതുക്കി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നല്ലാതെ ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ സിൽബന്ദികൾക്ക് മാത്രം പണം ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ പാവപ്പെട്ട CPMൻ്റെ അണികൾക്ക് അന്ന് ബോധ്യമല്ലായിരുന്നു. അന്ന് അവരെല്ലാം വിശ്വസിച്ച് ദൈവമാതിരിയുള്ള ഒരാളാണ് പിണറായി വിജയൻ. കാട്ടുകള്ളനാണെന്ന് ക്രൈം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് വ്യക്തമായിരിക്കുന്നു. അത് നേതാക്കന്മാർ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ പാർട്ടിയേ ഉണ്ടാവില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ തിരികെയാണ്. അതാണ് EP ജയരാജൻ്റെ തിരിച്ചറിവ്. EP ജയരാജൻ നേരത്തെ പേടിച്ചിട്ടാണ് പിണറായി വിജയനോടൊന്നും മിണ്ടാതിരുന്നത്. അദ്ദേഹത്തെ വെട്ടിമാറ്റിയതും അദ്ദേഹത്തിന് ഇലക്ഷനിൽ മട്ടന്നൂരിൽ നിന്ന് ഇലക്ഷൻ നിന്നിരുന്ന EP ജയരാജനെ വെട്ടിമാറ്റിയതും അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയതും സംസ്ഥാന സെക്രട്ടറി വരേണ്ടത് മാറ്റിയതും അതേപോലെ അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കി വരേണ്ടത് ഏറ്റവും സീനിയറായത് വെട്ടിമാറ്റിയതെല്ലാം പിണറായി വിജയനാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. സർ, ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് സാധാരണഗതിയിൽ ഈ CPM നേതാക്കന്മാരൊക്കെ നേതൃത്വത്തെ അംഗീകരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ തലകുലുക്കി സമ്മതിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഈ ഒരു മനുഷ്യത്വപൂർവ്വമായി സത്യങ്ങൾ തുറന്നു പറയാൻ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ EPയുടെ ഭാഗത്ത് നിന്ന് പല സമയത്തും അദ്ദേഹം അതിനോട് മുൻകൈ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത്തരം തുറന്നു പറച്ചിലുകൾ പാർട്ടിക്ക് മേലിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അത്രത്തോളമുള്ള രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ഭരണത്തിന് വിഘാതം വരും എന്ന് കണ്ടിട്ട് തന്നെയല്ലേ EP ജയരാജനെ തലസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വെട്ടിമാറ്റിയത്? EP ജയരാജനെ വെട്ടിമാറ്റാൻ കാരണം മറ്റൊരു കാരണമുണ്ട്. 2016 പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോകുമ്പോൾ ഇദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു. അന്ന് വ്യവസായ മന്ത്രിയായിരുന്നു പിണറായി വിജയൻ അമേരിക്ക പോയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നത്, മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ വരാൻ പോകുന്നില്ല, അമേരിക്കയിൽ പോയി തീരും എന്ന് പറഞ്ഞ് ഇവിടെയുള്ള പല പ്രമുഖരായ ആളുകളെയും കണ്ട് 10,000 കോടി രൂപ സിമ്പിളായി പിരിച്ചു. അതിൽ 25 കോടി രൂപയാണ് കർത്തയിൽ നിന്ന് പിരിച്ചത്. ആ പിരിച്ച പൈസ ഇതാക്കി കുറച്ച് കാലം കഴിഞ്ഞപ്പം പിണറായി വിജയൻ തിരിച്ചു വന്നപ്പം കർത്ത എന്നെ വിളിച്ചു പറഞ്ഞു 25 കോടി ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അമേരിക്കയിൽ എന്തോ ചികിത്സേൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് പിണറായി വിജയൻ കർത്തേനെ പറ്റി പഠിക്കുന്നത്. അന്ന് മുതൽ കർത്തയെ കൃത്യമായി പഠിച്ച് അവർക്ക് വേണ്ട മെൽമിനേറ്റും മറ്റും കൊടുക്കാൻ വേണ്ടി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 5000 കോടിയോളം രൂപയാണ് പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്. മകളെ പേരിൽ അക്കൗണ്ട് വഴി പൈസയും മേടിച്ചു, മറ്റേ വിദേശത്ത് എത്തിച്ചുള്ള പൈസ മേടിക്കലായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ ശരിക്കും EP ജയരാജൻ പിണറായി വിജയനെക്കാട്ടും കൗശലക്കാരനും ബന്ധങ്ങളുള്ള ആളും ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരാളുമാണ്. ആളുകളോട് പെരുമാറാനും അറിയാം. അങ്ങനെയുള്ള EP ജയരാജൻ നിലനിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനം ഇനി പിണറായി വിജയൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വ്യവസായ മന്ത്രി സ്ഥാനത്ത് രാജിവെപ്പിച്ചു, ഒരു കാരണം പറഞ്ഞിട്ട്. പിന്നീട് അദ്ദേഹത്തെ MLA സ്ഥാനം കൊടുത്തിട്ടില്ല. മട്ടന്നൂരിൽ മത്സരിക്കാനുള്ള സീറ്റ് നിഷേധിച്ചു. അദ്ദേഹത്തെ പൂർണ്ണമായും വെട്ടിമാറ്റി. AK ബാലൻ, EP ജയരാജൻ, അങ്ങനെ തോമസ് ഐസക് ഒരു വിഭാഗത്തെ തന്നെ 2016 മുതൽ 2021 വരെ ആ മന്ത്രിസഭയെ താങ്ങുന്നുള്ളായിരുന്ന ശൈലജ ടീച്ചറെ പോലും വെട്ടിമാറ്റിയ പിണറായി വിജയന് പിന്നീട് അത്തരം ആളുകളൊന്നും തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭീഷണിയൊന്നും ഒരാളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലപാടിലൂടെ പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കിയായിരുന്നു, ഭരണം കൈപ്പിടിയിലൊതുക്കിയായിരുന്നു. അന്ന് മുതൽ EP ജയരാജന് മനസ്സിലുണ്ടായിരുന്ന വ്യക്തിവിരോധം അത് വളർന്ന് പന്തലിച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കിയപ്പോൾ, സംസ്ഥാന CPM സെക്രട്ടറി ആക്കിയപ്പോൾ അതിന് അർഹതപ്പെട്ട ആൾ EP ജയരാജനായിരുന്നു. EP ജയരാജന് കിട്ടേണ്ട ഈ സ്ഥാനം കൊടുക്കുന്നതിന് കിട്ടാതെ വന്നപ്പോൾ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ഗോവിന്ദൻ രാജിവെക്കും, തളിപ്പറമ്പ് MLA സ്ഥാനം 2 സ്ഥാനം കൂടെ ഒരാൾ വഹിക്കാൻ പാടില്ല. സംസ്ഥാന സെക്രട്ടറി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ തളിപ്പറമ്പ് MLA സ്ഥാനം രാജിവെക്കണം. പക്ഷേ ഗോവിന്ദൻ വാക്കുമാറ്റി അവിടെ MLA സ്ഥാനം രാജിവെച്ചില്ല.
രാജിവെക്കാതെ എന്ത് ചെയ്തു, ഇ പി ജയരാജനെ പൂർണ്ണമായും തഴഞ്ഞു. പറഞ്ഞ വാക്കുകളൊന്നും പാലിച്ചില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മധ്യസ്ഥതയിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം ലംഘിക്കപ്പെട്ടു. ഇ പി ജയരാജനോട് ചതിക്കുകയായിരുന്നു എം.വി. ഗോവിന്ദനും പിണറായി വിജയനും. അദ്ദേഹത്തെ വീണ്ടും തിരിച്ച് മന്ത്രിയാക്കാനുള്ള തീരുമാനം ആയിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ പൂർണ്ണമായും വെട്ടിമാറ്റിയ ഇ പി ജയരാജൻ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു, പിണറായി വിജയന് ഇപ്പോൾ പിന്തുണയില്ല, കാൽക്കീഴിലെ മണ്ണെല്ലാം ഒലിച്ചു പോയിരിക്കുന്നു. മാത്രമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ഇനിയും പിണറായി വിജയനെ വെച്ചിരുന്നാൽ ഈ പാർട്ടി തന്നെ ഇല്ലാതാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല കൃത്യമായി പിണറായി വിജയനും മകനും ഒക്കെ അറസ്റ്റിലാവാൻ എല്ലാ സാധ്യതയുണ്ടെന്ന് കൃത്യമായി ബന്ധങ്ങളുള്ള, അദ്ദേഹത്തിന് ഭയങ്കര ബന്ധങ്ങളുണ്ട്, അതിനുള്ള വഴി എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഡൽഹിയിലൊക്കെ ഭയങ്കര ബന്ധമുള്ള ആളാണ്. ആ ബന്ധമുള്ള ആൾ വഴി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പിണറായി വിജയൻ വീഴാൻ പോവുകയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി. ഈ സമയത്ത് ഇനി പിണറായി വിജയനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല, പിണറായി വിജയനെ പിന്തുണച്ച് നിന്നാൽ ഞാനും ഒറ്റപ്പെട്ടു പോകും. ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി. ഇപ്പോൾ ശൈലജ ടീച്ചർ നല്ല പ്രസ്താവന വന്നു, ഇ പി ജയരാജൻ്റെ പ്രസ്താവന വന്നു. അവിടുത്തെ കണ്ണൂരിലെ സെക്രട്ടറിയായ കെ രാഗേഷ് എന്ന് പറഞ്ഞാൽ ആരും വില വെക്കാത്ത ഒരാളാണ്. അദ്ദേഹം മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് കണ്ണൂരിൽ. ഈ എം.വി. ഗോവിന്ദനും പിണറായി വിജയനും മാത്രമാണ് അവിടെ ഉള്ളത്. ഇപ്പം അല്ലാതെ വേറെ ആരും സപ്പോർട്ടില്ല കണ്ണൂർ മൊത്തം ഇപ്പം CPM അണികളടക്കം പിണറായി വിജയനെതിരാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ പിണറായി വിജയൻ 8 നിലയിൽ ധർമ്മടത്തും തോൽക്കും. കണ്ണൂരിൽ എവിടെ നിന്നാലും പിണറായി വിജയനെ തോൽപ്പിക്കാൻ CPM അണികൾ തയ്യാറായി നിൽക്കുകയാണ്. കാരണം അത്രയും രോഷാകുലരാണ് അവർ. CPM ഈ ഗതിയിൽ എത്തിച്ച് പിണറായി വിജയനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ അവസ്ഥയിൽ ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞില്ലേ തൻ്റെ സ്ഥിതിയും വളരെ മോശമായി തീരും, തനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ തിരിച്ചടിക്കുകയാണ് നല്ലത്. ഈ എം.വി. ജയരാജനെ പോലെ അതേപോലെ പി ജയരാജനെ പോലെ അദ്ദേഹം കൂടെ ആ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുകയാണ്. അത് കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കും. ചെറുതൊന്നായിരിക്കില്ല. കേരളത്തിൽ പിണറായി വിജയൻ്റെ സ്ഥിതി അതീവ ദയനീയമാണ് എന്ന് മനസ്സിലാക്കി. പാർട്ടിയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് തീർച്ചയായിട്ടും പ്രശ്നം ഗൗരവമായി മാറുമ്പോൾ ഇ പി ജയരാജൻ അത് കൃത്യമായി അടിക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കി തന്നെ അടിച്ചതാണ്. CPM എന്ന പ്രസ്ഥാനത്തിൽ പിണറായി യുഗം അവസാനിക്കുന്നു എന്ന് തന്നെയാണോ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? ഓൾറെഡി അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള അറിവുകൾ. പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ പോലും പിണറായി വിജയനെതിരാണ്. എനിക്ക് എത്ര CPM-ൻ്റെ പ്രവർത്തകരാണ് പിണറായി വിജയൻ്റെ കൂടുതലുള്ള ആൾക്കാർ ക്രൈം പറഞ്ഞതാണ്, ക്രൈം നന്ദകുമാർ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെ എത്ര പേര് വിളിച്ച് പറയുന്നുണ്ട് അറിയാം. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം CPM-ലുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോൾ എനിക്ക് ധാരാളം ഇൻഫർമേഷൻ പാസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായി അവർക്ക് മനസ്സിലായിരിക്കുന്നു ഇനി പിണറായി വിജയൻ ഇല്ല, ഇനി മുന്നോട്ട് പോകാൻ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ പല വേഷങ്ങളും ഇപ്പം കെട്ടുന്നത്. ഞാൻ സാധാരണക്കാരനാണ്, പ്രതിപക്ഷ നേതാവായ എനിക്ക് അഹങ്കാരമില്ല എന്നൊക്കെ കാണിക്കാൻ നമ്പറുകൾ ഇറക്കുന്നത്. ഇനി അതൊന്നും ഏൽക്കില്ല. കാരണം ഈ എൻഫോഴ്സ്മെൻറ്റ് BJP പിണറായി വിജയനെ കൈവിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി. അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് ഇ പി ജയരാജൻ. നേരത്തെ BJP ചേരാൻ പോയി എന്നുള്ളതൊക്കെ സത്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വർദ്ധിച്ചിരിക്കുന്നു. മകനും അറസ്റ്റിലാവും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ഇ പി ജയരാജൻ കൃത്യസമയത്ത് തന്നെ തലക്കടിച്ചിരിക്കുന്നു പിണറായി വിജയൻ്റെ എന്നുള്ളതാണ് സത്യം.